ആക്ടിങ് അല്ല കരിയർ എങ്കിൽ എന്തായിരിക്കും? അങ്ങനെ ചിലപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ലൈഫ് ഒരിക്കലും തരുന്നില്ലല്ലോ. ഒന്നേ ഉള്ളൂ, പ്ലാൻ ബി. പ്ലാൻ ബിയും എയും എല്ലാം ഇത് തന്നെയാണ്. ഓക്കെ. അപ്പൊ കൂടെ അഭിനയിച്ചത് ലൈക്ക് എന്താ, ദേ ആർ ന്യൂബീസ്, ഫ്രഷ് രണ്ട് വേറെ ആക്ടേഴ്സ്, ആക്ട്രസ് രണ്ടുപേരും. മിർന എന്നാണ് ഒരു പുള്ളിക്കാരിയുടെ പേര്, പിന്നെ ഗാഥ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. തമിഴിലെ പടങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. മലയാളത്തിലേക്ക് അദ്ദേഹം സിദ്ദീഖ് സാർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ അവർക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഹനി റോൾ മോഡലായിരുന്നു. 2005 മുതൽ ഞങ്ങൾ കാണുന്നതാണ്. അപ്പൊ എങ്ങനെയായിരുന്നു അവരിടയ്ക്ക് വന്ന് ടെൻഷൻ ആകുമ്പോൾ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട്? ടെൻഷനുള്ള കുട്ടികളല്ല, അവർ ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ആളുകളാണ്, ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഭയങ്കര, എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഫസ്റ്റ് ഫിലിം ചെയ്തപ്പം എത്രത്തോളം ടെൻസ്ഡ് ആയിരുന്നു. അല്ല, നമുക്ക് നമ്മുടെ ഒരു അറിവിന്റെ ഒത്തിരി പരിമിതി ഉണ്ടായിരുന്നു. പക്ഷെ ഇവരങ്ങനെയല്ല. ഇപ്പത്തെ വരുന്ന ആളുകളൊക്കെ എനിക്ക് തോന്നുന്നു ഏതെങ്കിലുമൊക്കെ രീതിയിൽ സിനിമയായിട്ട്, അതെ സിനിമയായിട്ടൊക്കെ ബന്ധമുള്ള ആളുകളായിരിക്കും. അല്ലെങ്കിൽ ഓൾറെഡി അവർക്കറിയാം സിനിമയെ പറ്റിയും അല്ലെ ക്യാമറയെ പറ്റിയും എങ്ങനെ നിൽക്കണം, എങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ കുറെയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും. അപ്പൊ ഇവരൊക്കെ, എനിക്ക് തോന്നുന്നു ഇവർക്കൊന്നും അങ്ങനെ ഒരിക്കലും ഒരു വലിയൊരു ടെൻഷനൊന്നും കണ്ടിട്ടില്ല. വളരെ സ്മാർട്ടായിട്ട് ഫസ്റ്റ് ഡേ തൊട്ട് തകർത്താണ് അഭിനയിച്ചേക്കുന്നത്. ഈ 2020 ന്യൂ ഇയർ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു? വീട്ടിൽ തന്നെ. സെലിബ്രേഷൻ ഒന്നും ഇല്ല. റെസൊല്യൂഷൻ എന്തെങ്കിലും എടുത്തോ നടക്കാൻ? ഞാനിത് എല്ലാവരോടും ചോദിക്കാം കേട്ടോ, കാരണം ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാൻ ഗസ്റ്റിനോട് എന്താണ് റെസൊല്യൂഷൻ, കാരണം ഞാൻ എടുത്ത റെസൊല്യൂഷൻസ് ഒന്നും നടക്കില്ല. അപ്പോൾ അതേപോലെ നിങ്ങൾ എന്തെങ്കിലും റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെ കുറച്ച് നന്നാവണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ എങ്ങനെ നന്നാവണമെന്നാണ്? ഫുഡൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്തു. പക്ഷെ അത് അത്യാവശ്യം കൺട്രോൾഡ് ആണ് എപ്പോഴും. വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ പല പല കുറച്ച് വായന കൂട്ടണം എന്നുണ്ട്. ഇപ്പൊ വായിക്കാറേ ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ പല ചിന്തകളൊക്കെ ഉണ്ട്. അതൊന്നും നടക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഹണി റോസ് ഫ്രം 2005 ബോയ് ഫ്രണ്ടിൽ നിന്ന് ടുഡേ 2020 ഇപ്പോൾ ബിഗ് ബ്രദർ. അപ്പോൾ ഒരു ട്രാവൽ ആസ് അപ്പോൾ ഇതിൽ കുറേ നമുക്ക് എന്താ പറയുക, കുറേ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഇപ്പം ഇന്ന് നോക്കിയിട്ട് എന്താ പറയാ? അതായിരിക്കും അത് എനിക്ക് തോന്നുന്നു. ഞാൻ ബോയ് ഫ്രണ്ട് ചെയ്യുന്ന സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്, 10th കയറുന്ന സമയത്താണ് ഈ പടത്തിലേക്ക് അവസരം വരുന്നത്. അതിനു മുമ്പ് 7th പഠിക്കുമ്പോഴാണ് സാറിനെ പോയി മീറ്റ് ചെയ്യുന്നത്. വിനയൻ സാറിന്റെ പടത്തിലൂടെയാണ് വരുന്നത്. ബോയ് ഫ്രണ്ട് ആയിരുന്നു. അപ്പം അന്ന് സാറ് പറഞ്ഞു ഒരു +2 കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞ് വിട്ടിട്ട് വീണ്ടും 10th പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ഫോട്ടോസൊക്കെ കൊടുത്ത് അങ്ങനെയാണ് സിനിമയിൽ എത്തിപ്പെടുന്നത്. അപ്പൊ ആ സമയം തൊട്ട് ഈ സിനിമയിലേക്ക്, അപ്പം നമ്മുടെ നാട്ടിൻപുറം ആകുമ്പോഴത്തേക്കും ചെറിയൊരു വാർത്ത മതി, ആളുകളെല്ലാം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് 7th അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്ന സമയം തൊട്ടേ ആളുകൾ പറഞ്ഞത് ആ കുട്ടീനെ സിനിമയിൽ എടുത്തുട്ടോ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ആ സിനിമ എടുത്തു, എല്ലാവരും സിനിമയിൽ എടുത്തു എന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ കൂടെ പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ എന്റെ ഞാൻ അഭിനയിക്കാൻ വല്ല പറയും, എന്താ ഇത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവര്. കാരണം അവര് കുറ്റം പറയാൻ പറ്റില്ല. അതിനു മുമ്പ് ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്നോ എവിടെയും ഞാൻ തെളിയിച്ചിട്ടുള്ള ഒരാളല്ല. നേരെ പോകുന്നു, സിനിമയിൽ പോകുന്നു, അഭിനയിക്കുന്നു. അതെങ്ങനെയൊക്കെയോ ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പം ഇല്ലാതെ, വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ തീർക്കുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ അങ്ങനെ ഒത്തിരി, പിന്നെ നമുക്കൊരു സ്ട്രഗിളിംഗ് പീരീഡ് ഉണ്ടായിരുന്നു സിനിമ